അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ അരുൾക യേശുപരനേ. അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ അരുൾക യേശുപരനേ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നീതിമാനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, പ്രഭാതയാമം വീണ്ടും അവിടുത്തെ സന്നിധിയോട് ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ വലിയവനായ ദൈവം തന്ന നിസ്തുല്യ അവസരത്തിനായി ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. കർത്താവേ, തിരുനാമ മഹത്വത്തിനായി ഈ പ്രഭാതത്തിലും ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാൻ ദൈവം തന്ന വിലയേറിയ അവസരം അത് കർത്താവിൻ്റെ മുൻപിൽ ഞങ്ങളെത്തിന് സമർപ്പിക്കുന്നതിനായി ഞങ്ങൾ വിനിയോഗിക്കട്ടെ. തിരുകൃപ ഞങ്ങളിൽ പകരണം. അവിടുത്തെ ആത്മാവുകൊണ്ട് അങ്ങ് ഞങ്ങളെ വഴി നടത്തണം. ക്രിസ്തുവിലൂടെ യാചന കേൾക്കണമേ. ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്ന് പ്രഭാതത്തിലും കൊച്ചമ്മയുടെ പപ്പായുമായി മധുര അരവിന്ദ് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വേണ്ടി പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലെ രാത്രിയിലെ നമ്മൾ വീഡിയോ എടുത്തിട്ട് അത് ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾക്കെല്ലാവർക്കും പ്രഭാതവന്ദനം ദൈവനാമത്തിൽ ഞാൻ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് കരുണാനിധിയെ കാൽവരി അൻപേ എന്നാരംഭിക്കുന്ന പാട്ടിന് 2 സ്റ്റാൻസ ഒരുമിച്ച് പാടി സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാവുന്നതാണ്. കരുണാനിധിയെ കാൽവരി അൻപേ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. കൃപയേകണം കൃപാനിധിയെ, കൃപാനിധിയെ, കൃപാനിധിയെ. മുൻപേ പോയ നിൻ പിൻപേ ഗമിപ്പാൻ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. കരുണാനിധിയെ കാൽവരി അൻപേ നീ മാത്രമാണ് എനിക്കാധാരം. താതാ നിന്നിഷ്ടം മണ്ണിൽ ഞാൻ ചെയ്യുവാൻ, തന്നിൽ വസിപ്പാൻ, ഉന്നതം ചേരാൻ ത്യാഗം ചെയ്യും നീ പാഴ്മണ്ണിനാശ. ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ, ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ. കരുണാനിധിയെ കാൽവരി അൻപേ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് സദൃശവാക്യങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം വായിച്ച് പ്രാർത്ഥിക്കാം. ദുഷ്ടൻ്റെ അകൃത്യങ്ങൾ അവനെ പിടിക്കും, തൻ്റെ പാപപാശങ്ങളാൽ അവൻ പിടിപെടും. ഇന്നലെ നാം ധ്യാനിച്ച് നിർത്തിയത് ഒരു മനുഷ്യൻ്റെ വഴികൾ സകലതും അറിയുന്ന ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. ഇന്ന് മനുഷ്യനെന്ന് പറഞ്ഞിട്ട് ദുഷ്ടൻ എന്നുള്ള ഒരു പ്രയോഗം നടത്തിയിരിക്കുക. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ ഒരുപാടിടങ്ങളിൽ ദുഷ്ടൻ എന്നുള്ള പ്രയോഗം നടത്തിയിട്ടുണ്ട്. വചനപ്രകാരം ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ മറുതലിച്ച് ജീവിക്കുന്നവൻ എന്നുള്ള അർത്ഥം. അതാണ് ശരിയായ മനസ്സിലാക്കൽ. ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്നവൻ ദുഷ്ടൻ എന്നുള്ള നമ്മുടെ കാഴ്ചപ്പാടിനേക്കാൾ അപ്പുറമായി ആ ദുഷ്ടപ്രവൃത്തി ചെയ്യാനായിട്ടൊരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്നത് ദൈവത്തെയും ദൈവവചനത്തെയും മറക്കുന്നത് കൊണ്ടാണെന്നാണ് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ അടിസ്ഥാന കാരണം, ഒരു മനുഷ്യൻ ദുഷ്ടനാകാൻ കാരണം ദൈവത്തെയും ദൈവപ്രമാണത്തെയും അവഗണിക്കുന്നത് കൊണ്ടോ മറക്കുന്നത് കൊണ്ടോ ആണെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകണ്ട. അപ്പോൾ ഇവിടെ വായിക്കുന്നത് ദുഷ്ടൻ്റെ അകൃത്യങ്ങൾ അവനെ പിടിക്കും. ദുഷ്ടന് കൃത്യമായി ഇത് ചെയ്യാൻ പറ്റില്ല എന്നാണ് ബൈബിൾ പറയുക. പാപത്തിൻ്റെ മറ്റൊരു പദമാണ് അകൃത്യമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ
കൃത്യമല്ലാത്തത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദനിലാക്കിയപ്പോൾ അവന് ചെയ്യാനുള്ള ചില പ്രവൃത്തികൾ കൃത്യമായി ദൈവം അവനെ ഓർമ്മിപ്പിച്ചിരുന്നു. എന്നാൽ അകൃത്യമായത് ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തപ്പോൾ അത് അകൃത്യമാണ്, അത് പാപമായി മാറി എന്ന് തിരുവചനം നമ്മളെ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ദുഷ്ടൻ്റെ അകൃത്യങ്ങൾ, അവൻ ഈ ചെയ്യുന്ന കൃത്യമല്ലാത്തത്, നമ്മൾ വിചാരിക്കുന്നത് പോലെ അതങ്ങനെ വെറുതെ പോകുന്നില്ല. അവൻ എത്ര ദുഷ്ടത ചെയ്തിട്ടും അവനൊരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയാം. പക്ഷെ അങ്ങനെ പറയണ്ട. അവൻ്റെ ദുഷ്ടത അല്ലെങ്കിൽ അവൻ്റെ അകൃത്യം അവനെ പിടിക്കുമെന്നാണ് ദൈവവചനത്തിൻ്റെ അരുളപ്പാട്. ദുഷ്ടം ചെയ്യുന്ന പ്രവൃത്തി, ദൈവത്തെ മറന്ന് ദൈവകൽപ്പനകൾ മറന്ന് ജീവിക്കുന്നവൻ അവൻ ഇഷ്ടമുള്ളതൊക്കെ പ്രവർത്തിക്കും, അവന് തോന്നിയതുപോലെ പ്രവർത്തിക്കും. അവനെ ആരും നിയന്ത്രിക്കാൻ ആളില്ല. അപ്പോൾ അവന് ഇഷ്ടമുള്ളതൊക്കെ അവൻ പ്രവർത്തിക്കുമ്പോൾ അവൻ എന്നാ പറയും? ഞാൻ എന്ത് ചെയ്തിട്ടും ആരാ എന്നോട് ചോദിക്കാൻ, അല്ലേ? അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഓർത്തുള്ള ബൈബിൾ പറയുന്നത് ദുഷ്ടൻ്റെ അകൃത്യങ്ങൾ അവനെ പിടിക്കും, നിശ്ചയമായും അവൻ്റെ പ്രവൃത്തിയാൽ അവൻ പിടിക്കപ്പെടും. ഇന്ന് ലോകത്ത് പിടിക്കപ്പെടുന്ന ആളുകളിൽ, അല്ലേ, നിയമപ്രകാരമോ അങ്ങനെയല്ല മറ്റേതെങ്കിലും തരത്തിലോ ഒരു കാലത്ത് പിടിക്കപ്പെടുന്ന ആളുകൾ മറ്റാരും അറിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പല തെറ്റുകൾ ചെയ്ത് ഒളിച്ചു വയ്ക്കാനായിട്ട് ശ്രമിച്ച ആളുകളാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ദുഷ്ടൻ എന്നെപ്പോഴും ദുഷ്ടതയാണ് പ്രവർത്തിക്കുക, ദൈവഹിതത്തിനെതിരായിട്ടുള്ളതാണ് പ്രവർത്തിക്കുക. ചിലപ്പോൾ മനുഷ്യന് ഗുണമാണെന്ന് തോന്നിയാൽ പോലും ആത്യന്തികമായി നോക്കിയാൽ അത് ദൈവഹിതത്തിനെതിരായി തീരുന്നു. ബൈബിൾ പറയുന്നത് വളരെ വ്യക്തമാണ്, ദുഷ്ടൻ അകൃത്യങ്ങൾ അവനെ പിടിക്കും, അവൻ്റെ അകൃത്യങ്ങളിൽ തന്നെ അവനെ പിടിക്കപ്പെടും, അല്ലേ? അടുത്തത് പറയുന്നത് എന്താണ്? തൻ്റെ പാപപാശങ്ങളാൽ അവൻ പിടിപെടും. അപ്പോൾ ദുഷ്ടൻ്റെ പ്രവൃത്തികൾ നീതിയുള്ളതാണെന്ന് തോന്നിയാലും അവൻ്റെ പ്രവൃത്തികളെ പാപപാശങ്ങൾ എന്നാണ് പറയുക. പാപത്തിൻ്റെ പാശം, കയറ്, അല്ലേ? പാപം ചെയ്യുന്ന വ്യക്തി മരിക്കുമെന്നുള്ള ദൈവവചനത്തിൻ്റെ ഉപദേശം. അപ്പോൾ പാപത്തിൻ്റെ പാശങ്ങളാൽ അവൻ പിടിക്കപ്പെടും. അവൻ്റെ കയ്യും കാലും അവൻ്റെ പ്രവൃത്തികളും അവൻ്റെ ജീവിത വഴികളും ഒക്കെ കെട്ടപ്പെട്ട അവസ്ഥയിലേക്ക് പോകും. പാശമെന്ന് പറഞ്ഞാൽ കയറാണ്. അത് വെച്ച് കെട്ടിയ അവസ്ഥയിലായിരിക്കും അവൻ്റെ പ്രവൃത്തികൾ പിന്നെ മുൻപോട്ട് പോകുന്നത് എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നമ്മൾ ദുഷ്ടത ചെയ്യുന്ന ആളുകൾ, നമ്മൾ ദുഷ്ടന്മാരല്ല. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞാനും നിങ്ങളും അകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളല്ല. കൃത്യമായത് മാത്രമേ പറയൂ, കൃത്യമായതേ പ്രവർത്തിക്കൂ, കൃത്യമായത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യൂ, പറയാവുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഈ വചനം എന്നെ ഭയപ്പെടുത്തുന്നില്ല എന്നാണ്. അകൃത്യം ചെയ്യുന്നവർക്കിത് ഭയമാണ്, അല്ലേ? തൻ്റെ പാപപാശങ്ങളാൽ അവൻ പിടിപെടും. അകൃത്യമല്ലാത്തത് ചെയ്യുന്നവൻ പാപത്തിൻ്റെ പാശങ്ങൾ അതവനെ കെട്ടിയിടുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇത് നമ്മളെ സംബന്ധിച്ച് പേടിപ്പെടുത്തുന്ന ഒരു കാര്യമല്ലെങ്കിലും വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. പാപത്തിൻ്റെ പാശങ്ങളാകട്ടെ അകൃത്യമാകട്ടെ ഒന്നും നമ്മുടെ മേൽ വരാതെ വണ്ണം കർത്താവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ വിശുദ്ധീകരിച്ച് ഈ ദിനം പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭകരമായൊരു ദിനം നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. പ്രിയരെ, എനിക്ക് രാവിലെ മധുരയിൽ പോയിട്ട് വൈകുന്നേരത്തോടുകൂടി തിരികെ വരുള്ളൂ. മറ്റന്നാൾ ഞായറാഴ്ച പാമ്പാടിയുടെ ഒരു കൺവെൻഷനിൽ, പുന്നവേലി കൺവെൻഷനിൽ പോയി വചനം പ്രസംഗിക്കേണ്ടതാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രത്യേകിച്ച് എന്നെ ഓർക്കണമേ. ഒരിക്കൽ കൂടി ദൈവകരങ്ങളിലേക്ക് ഈ വിഷയങ്ങളെ നമ്മെ തന്നെ ഏൽപ്പിക്കാം, നമ്മുടെ കുടുംബങ്ങളെ ഏൽപ്പിക്കും. കേട്ട വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ആകമാനം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച്, നമ്മുടെ ദേശത്തെ ചുറ്റുപാടുകളൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായി വാക്കുമാറാത്തവനായ നല്ല ദൈവമേ, മനോഹരമായ പ്രഭാതം അവിടുത്തെ പാദപീഠത്തോട് അടിയങ്ങൾ ഇതാ ചേർന്ന് വരുന്നു. കർത്താവെ, ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദുഷ്ടതയോ അകൃത്യമോ ഒന്നും ഞങ്ങളുടെ മേൽ പേര് പോലും പറയരുത്. അപ്രകാരം ഞങ്ങളെ വിശുദ്ധീകരിക്കുവാൻ, ഞങ്ങളെ നിയന്ത്രിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അധികാരമുള്ളതുകൊണ്ട് വചനത്താൽ നിയന്ത്രിക്കപ്പെട്ടവരായി ഞങ്ങളെ തന്നെ പഞ്ചേന്ദ്രിയങ്ങളുടെ എല്ലാ അനുഭവങ്ങളെയും നിയന്ത്രിച്ച് ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. പിതാവേ, ഇന്ന് പകലിൽ ഞങ്ങളെ നടത്തിയ അതേ ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ പകലിൽ നടത്തിയ കൃപയ്ക്കായി സ്തോത്രം. പുതിയ ദിവസം പ്രഭാതത്തിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ കർത്താവ്, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ എല്ലാ മക്കളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഈ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുന്ന ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ള ആളുകൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ തളരാതെ പരിശുദ്ധാത്മാവിൻ്റെ ബലമുള്ളവരായി തീരട്ടെ. ഇന്നത്തെ അവരുടെ ജീവിത വഴികൾ മുഴുവൻ കർത്താവിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കട്ടെ. അങ്ങയുടെ രക്തത്താലുള്ള മുദ്രയും പരിശുദ്ധാത്മാവിൻ്റെ നിറവുമുള്ള കുഞ്ഞുങ്ങളായി പരിശുദ്ധനായ ദൈവം നിൻ്റെ മക്കളെ ഒരുക്കണമേ. എല്ലാവരെയും അതാതിടങ്ങളിൽ കർത്താവ് കാവൽ ചെയ്യണം. ഇന്ന് പരീക്ഷയ്ക്ക് പോകാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ബുദ്ധിയും പരിജ്ഞാനം കൊടുക്കണമേ. കർത്താവ്, ഞങ്ങളായിരിക്കുന്ന ഓരോ ജില്ലകൾക്കും വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സംസ്ഥാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണറെ എല്ലാവരെയും ദൈവകരങ്ങളിൽ
ഏൽപ്പിക്കുന്ന MLA-മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഞ്ചായത്ത് മെമ്പർമാർ മുതൽ മുൻപോട്ടുള്ള അധികാരികളെ മുഴുവൻ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഭാരത രാജ്യത്തെ ഓർക്കുന്നു. പ്രസിഡന്റ് മുതൽ താഴോട്ടുള്ള എല്ലാ ഭരണാധികാരികളെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അതോടൊപ്പം തന്നെ MP-മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാജ്യസഭ, ലോകസഭ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ രാജ്യം കർത്താവ് 28 സംസ്ഥാനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട, കേരളത്തിലെ 14 ജില്ലകൾ അനുഗ്രഹിക്കപ്പെട്ട, സകല ജാതി മതത്തിൽപ്പെട്ട ആളുകളും സമാധാനവും സ്വസ്ഥതയും ഈ ദിനത്തിൽ അനുഭവിക്കട്ടെ. പരിശുദ്ധനെ ജീവിതത്തെ വചനപ്രകാരം നിയന്ത്രിച്ച് ഓരോ ദിനവും വിശ്വസ്തയോടെ നിൻ്റെ മുൻപാകെ യാത്ര ചെയ്യാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ. ഈ പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ഈ ദിനം നന്മയുടെ ദിനമായി, അനുഗ്രഹത്തിൻ്റെ ദിനമായി മാറട്ടെ. സർവ്വശക്തനായ ദൈവം നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും പകരണം. രക്തത്താൽ മുദ്ര വയ്ക്കണം. ദൈവം അനുവദിച്ച നാളെ രാവിലെ വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ അങ്ങ് സഹായിക്കണം. മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് ക്രിസ്തുവിലൂടെ യാചന കേൾക്കണം. പരിശുദ്ധ പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിപ്പെടണം. തിരുരാജ്യം വരണം. തിരുവിഷ്ട സ്വർഗത്തിലെ പലഭൂവിനാണ് ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങൾ ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷ കടത്താ ദുഷ്ടം ഞങ്ങളെ വിടുവിക്കണം. രാജ്യവിശക്തി മഹത്വം നയിക്ക് നിനക്കുള്ളാവുന്നല്ലോ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മോട് കൂടെ എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിൽ പ്രിയരെ, ഇന്ന് പരിമിതമായ ഒരു സാഹചര്യത്തിൽ ഇരുന്നാണ് ഞാൻ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നത്, ഈ റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭദിനം നേരുകയാണ്. ദൈവം അനുവദിച്ചാൽ നമുക്ക് വെളുപ്പിന് 2:30 ഇവിടുന്ന് വണ്ടിയെടുത്ത് കുമളിയിൽ പോയി കാറിട്ടിട്ട് അവിടുന്ന് ബസ്സിനാണ് ഞങ്ങൾ മധുരയ്ക്ക് പോവുക. വൈകുന്നേരം എപ്പോഴാണ് തിരിച്ചു വരുന്ന അറിയില്ല. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കണമെന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും ശുഭദിനം നേർന്നു. ഗോഡ് ബ്ലെസ് യു. സീ യു. ബൈ.